ഈശ്വരശയായി സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. അത് കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അതാണ് നമ്മൾ ഇന്നലെ പഠിച്ച വചനം. ടേക്ക് ഡിലൈറ്റ് ഇൻ ദി ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദി ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. ഇന്ന് നാം പഠിക്കുന്ന വചനം, അതിനു മുമ്പ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ വചനം പറയുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, നമ്മളെല്ലാം പ്രവാസികളാണ്. ഈ ലോകത്ത് നാം എല്ലാം പ്രവാസികൾ. വിദേശത്ത് ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ നാട് വിട്ട് വിദേശങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കേരളത്തിലും ഈ ഭാരതത്തിലും ജീവിക്കുന്ന നാം ഒക്കെയും പ്രവാസികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഭവനം സ്വർഗമാണ്. ദൈവത്തോടൊപ്പമുള്ള വാസം, അതാണ് നമ്മുടെ നിത്യകാല ജീവിതം. നിത്യജീവൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് വെച്ച് നീട്ടുന്നവയെല്ലാം നമ്മൾ കൈനീട്ടി വാങ്ങാനുള്ളവരല്ല. ഈ ലോകത്ത് വെച്ച് നീട്ടപ്പെടുന്നവയെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ടല്ല. നമ്മുടെ നന്മയ്ക്കായിട്ട് വേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം. ദൈവം തരുന്നതാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി സന്തോഷം തരുന്നത്. ദൈവം തരുന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരികയില്ല. വെട്ടിപ്പിടിക്കുന്നു, നാമാണ് നേടിയെടുത്തതെന്നൊക്കെ ചിന്തിച്ചാലും ദൈവമാണ് നമുക്ക് സന്തോഷം തരുന്നത്. ദൈവം സന്തോഷം തന്നില്ലെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ അതൊന്നും അല്ലാതായിത്തീരും. ഇന്നലെ ഞാനൊരു വീഡിയോ കാണുവാനിടയായി. ഒരുപറ്റം യുവാക്കൾ ഡാൻസ് കളിക്കുക, സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടതാണ്. ഒരുപാട് പേര് ആ വീഡിയോ, ഒരുപാട് വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. സന്തോഷത്തോടെ എനർജറ്റിക്കായി നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരുപറ്റം യുവാക്കൾ. അതിൻ്റെ നടുവിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഇതിന് സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചുറ്റുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ഇടയിൽ വൈദികർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വ്യക്തികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് മുന്നിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, അത്രയും സമയം കടന്നുപോയിക്കൊണ്ടിരുന്ന ആ സന്തോഷത്തിൻ്റെ വേളകൾ, ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഇറ്റ്സ് ബീയിങ് ചേഞ്ച്ഡ് അല്ലേ? ആ സന്തോഷം മുഴുവൻ മാറി മറിയുകയാണ്. ഇതിന് സമാനമായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അനുഭവിച്ചു കൊണ്ടിരുന്ന സന്തോഷങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ് ഒരു ദുഃഖകരമായ ജീവിതത്തിലേക്ക് മാറുന്നതൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, ഇന്ന് നാം പഠിക്കുന്ന വചനം ഇതാണ്. വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം അധ്യായം 6:33 വചനം 33. The Gospel of St. Matthew chapter 6 verse 33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. Strive first for the kingdom of God and his righteousness, and all these things will be given to you as well. നമ്മൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തോടൊപ്പം നാം ജീവിക്കുക. ദൈവത്തോടൊപ്പം ജീവിച്ചാൽ എന്താണ് എനിക്ക് വേണ്ടത്, എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് എന്താണോ അത് ദൈവത്തിനറിയാം. ദൈവം തന്നോളൂ. നാം ദൈവത്തോടൊപ്പം, ദൈവത്തിനോട് ചേർന്ന് ജീവിക്കുക. ഇതിനാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും, നമ്മൾ എവിടെയായിക്കോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ കർമ്മ മേഖലകളെല്ലാം വിവിധ രാജ്യങ്ങളിലാവാം, നമ്മുടെ സ്വന്തം നാട്ടിൽ എന്ന് കരുതപ്പെടുന്ന, സ്വന്തം നാടെന്ന് കരുതപ്പെടുന്ന കേരളത്തിലാവാം, ഭാരതത്തിൽ എവിടെയും ആവാം. പക്ഷേ ദൈവം നിങ്ങൾക്ക് സന്തോഷം തന്നില്ലെങ്കിൽ, എനിക്കും നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമല്ലേ? അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. ദൈവത്തോടൊപ്പം ജീവിച്ച് കർത്താവ് തരുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കാം. ഈ ദിവസം പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈശോയോടൊപ്പം, എൻ്റെ ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ആമേൻ.